ദാ ഇരുന്ന് പണിയുന്നു. സകലകല വല്ലപ്പൻ. ഹായ്. ഇതാണ് കമ്പനി വരുന്ന സ്റ്റാൻഡ്. അതായത് ഇതിൻ്റെ അകത്താണ് ബാറ്ററി വെക്കുന്നത്. ബാഗിലെ ടയർ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററി എടുക്കാൻ പറ്റുള്ളൂ. ഓ പെട്ടെന്നൊരു സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാറ്ററി ടെർമിനൽ വരെ വിടിയിക്കാൻ പറ്റില്ല അല്ലേ? ഡേഞ്ചറസ്. ഇന്ന് കത്തുമല്ലാതെ യാതൊരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും പ്രചോദനമായൊരു സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ഷോക്ക് ഇങ്ങനെയുള്ള ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഷോക്ക് എഞ്ചിനെന്ന് കൊടുത്തിരിക്കുന്നു. എഞ്ചിനിലേക്ക് അല്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് വൈബ്രേഷൻ കുറയുന്നത് അല്ലേ? ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുനീർ. ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ഉള്ളതാണ് കേട്ടോ. ഷിയാസ് ഹംസയുടെ വർക്ക്ഷോപ്പിലാണ്. നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞ് ഗ്രില്ലും ബമ്പറൊക്കെ പിടിപ്പിച്ച് ടെസ്റ്റിന് പോകാനുള്ള സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന വെള്ളിമൂങ്ങയുടെ വീഡിയോ ഉണ്ടാ. ഈ വർക്ക്ഷോപ്പിൽ ആൾട്രേഷൻ ഉസ്താദ് സകലകല വല്ലഭനായ ഒരു പാച്ച് വർക്കറുണ്ട് കേട്ടോ. പുള്ളി എല്ലാ വണ്ടികളുടെയും ആൾട്രേഷൻ വർക്കുകൾ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ വണ്ടിക്കും വെവ്വേറെ രീതിയിൽ നല്ല അടിപൊളി നമുക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ഈ ഇടയായിട്ട് ചെയ്തത്, അതായത് 2 ദിവസത്തിനുള്ളിൽ ചെയ്തത് ഈ വെള്ളിമൂങ്ങയിലാണ് കേട്ടോ. 2 ആൾട്രേഷൻ വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പുള്ളി ചെയ്തിരിക്കുന്നത്. പുള്ളി ആൾട്രേഷൻ വർക്കിൻ്റെ ഉസ്താദ് തന്നെയെന്ന് പറയാം. പിന്നെ എൻ്റെ വണ്ടിയിലും ആൾട്രേഷൻ വർക്ക് നമ്മുടെ സകലകല വല്ലഭൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഡ്രൈവർ സീറ്റ് നല്ല പുഷ് ബാക്ക് ആക്കി അതിൽ കിടന്ന് ഉറങ്ങാൻ പാകത്തിനാക്കി എനിക്ക് ആൾട്രേഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ആക്സിലേറ്റർ, ടെമ്പോ ട്രാവലറിൻ്റെ ആക്സിലേറ്റർ നല്ല അടിപൊളിയാക്കി, അതായത് പെട്ടെന്ന് പോകാത്ത രീതിയിൽ, അതായത് നല്ല സോഫ്റ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഈ 2 വീഡിയോയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമുക്കെന്നാൽ ആ സകലകല വല്ലഭനെയും അതുപോലെ തന്നെ ഈ വെള്ളിമൂങ്ങയിൽ ചെയ്തിരിക്കുന്ന ആൾട്രേഷൻ വർക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെമ്പോ ട്രാവലർ അതിൻ്റെ ബമ്പറും ഗ്രില്ലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റിന് പോകാം. എൻ്റെ ടെമ്പോ ട്രാവലറിൽ നമ്മുടെ സകലകല വല്ലഭൻ ചെയ്ത വർക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ട, ഇത് കാറിൻ്റെ സീറ്റാക്കി എന്നുള്ളത് മാത്രമല്ല, കണ്ട ഇവിടെ ക്ലിപ്പ് കൊടുത്തിട്ട് കണ്ട ഇതങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ കണ്ട നമുക്ക് ബാറ്ററിയൊക്കെ നിഷ്പ്രയാസം അഴിച്ചെടുക്കാം. സാധാരണ കമ്പനി വരുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ വന്നത്. ബാറ്ററിയൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ കണ്ട ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി. അതുപോലെ തന്നെ പുഷ് ബാക്ക് ഫ്രണ്ടും പുഷ് ബാക്കാക്കി. അതുപോലെ നമുക്ക് ആവശ്യാനുസരണം സീറ്റ് കണ്ട നല്ല കിടക്കാൻ പാകത്തിനാക്കാട്ടോ, സ്ട്രെയിറ്റ്. അപ്പോൾ ലോങ്ങൊക്കെ ഓടിച്ച് തളർന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും റെസ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോക്കിയേ, പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ആക്സിലേറ്റർ എന്താ. ഇതിൻ്റെ ആക്സിലേറ്റർ ടെമ്പോ ട്രാവലറിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഇതിൻ്റെ ആക്സിലേറ്റർ ഇങ്ങനെയല്ല കേട്ടോ വന്നത്. കണ്ട, ഇത് ആൾട്രേഷൻ ചെയ്ത് ഈ രീതിയിലാക്കി. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഈ വർക്ക്ഷോപ്പ് 2 പേരാണ് കേട്ടോ നടത്തുന്നത്. ഹംസേനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടാണ്. അതെ, ഷിയാസ് വീഡിയോ എടുക്കുന്ന സമയത്ത്, കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടല്ലേ, തൃശ്ശൂർ പോയേക്കായിരുന്നു അല്ലേ? അതാണ് ഷിയാസ് കേട്ടാ. ഷിയാസ് എങ്ങനെയുണ്ട് വർക്കൊക്കെ? അതെ അല്ലേ, അത്രേ ഉള്ളൂ അല്ലേ? ചൂടാ? ഓക്കെ, നമ്മ സകലകല വല്ലഭന്റെ ഒരു വീഡിയോ എടുക്കാൻ വന്നാണ്. ഹംസല്ല, പാവുചേട്ടൻ കുറെ ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്യില്ലേ? ആൾട്രേഷൻ വർക്കിന്റെ ഉസ്താദാണല്ലോ. അതെ അല്ലേ, ആശാൻ. അപ്പൊ ആശാനൊന്ന് കാണട്ടെ. ശരിയതാ, ഓക്കെ, ബൈ. ദാ ഇരുന്ന് പണിയുന്നു സകലകല വല്ലഭൻ.
ഹായ് മച്ചാനെ. പേരൊന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയാണ്. പേരൊന്ന് പറഞ്ഞേക്ക്. എന്റെ പേര് ബാബു. ഈ വർക്ക്ഷോപ്പിൽ എത്ര നാളായി? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മ ഒരു സാധനം നോക്കാൻ ഇങ്ങനെ സെറ്റ് അടിച്ച പോലെ നോക്കണ എന്തിനാ? ഇപ്പൊ നോക്കിയില്ലേ അതുപോലെ ബെൻഡും ഒക്കെ ആണത്. അതെ അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ എത്ര നാളായി വർക്ക്ഷോപ്പില്? അതെ അല്ലേ? ഓ പിന്നെ എല്ലാ വണ്ടിയിലും ആൾട്രേഷൻ വർക്ക് ചെയ്യോ? എല്ലാ വണ്ടിയും ചെയ്യൂലേ? അതെ അല്ലേ വണ്ടി. അപ്പൊ നമ്മുടെ ഈ അതെ ആ പണി കഴിഞ്ഞ് വേറെ വർക്ക്ഷോപ്പിലേക്ക് പോകൂല, നമ്മളെ തന്നെ തേടി വരും എന്നാണ് പറഞ്ഞത്. ഭയങ്കര കോമഡി ആയിപ്പോയത് അല്ലേ? അപ്പൊ ഈ വെള്ളിമുങ്ങല് എന്ത് സംഭവം ചെയ്തു വെച്ചാണ്? ഒരു പണി ആദ്യം മൈക്കൊന്ന് വെച്ചോ. മൈക്ക് വെക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ. ഓക്കെ, മൈക്ക് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. അപ്പൊ ഈ വെള്ളിമുങ്ങൽ എന്ത് പണിയാണ് ആൾട്രേഷൻ വർക്ക് ചെയ്തേക്കണ? ഈ ബാറ്ററി സംബന്ധമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ കങ്ങരപ്പടി ചെന്ന് ബാറ്ററി കട ചെന്ന് കഴിഞ്ഞപ്പം ബാറ്ററിക്ക് അത് വെള്ളമില്ല, ബാറ്ററി ഡൗൺ ആയിപ്പോയി. അപ്പം ബാറ്ററി കട ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ പറഞ്ഞു അത് സമയമില്ല, നമുക്ക് അത് ഒരുപാട് വർക്കുണ്ട് ചെയ്യാനായിട്ടെന്നൊക്കെ പറഞ്ഞു. അന്നെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനൊരു സംവിധാനം ചെയ്ത് കൊടുക്കാന്നുള്ളത്. അതല്ലേ? ഇപ്പൊ ഇതിന്റെ സാധാരണ രീതിയിൽ ബാറ്ററി അഴിക്കുകയാണെങ്കിൽ ഈ ടയർ അഴിക്കണം അല്ലേ? ടയർ അഴിക്കണം. ഈ ടയർ അഴിച്ച് മാറ്റിയതിനു ശേഷം ഇവിടുന്നാണ് ബാറ്ററി ഇതിലേ എടുക്കണം, അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെയാണ് എടുക്കേണ്ടത്. ഇതാണ് കമ്പനി വരുന്ന സ്റ്റാൻഡ്. അതായത് ഇതിന്റെ അകത്താണ് ബാറ്ററി വെക്കുന്നത്. ബാഗിലെ ടയർ അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററി എടുക്കാൻ പറ്റുള്ളൂ. ഓ ഓ ഓ ഓ. പെട്ടെന്നൊരു സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാറ്ററി ടെർമിനൽ വരെ ഇടിക്കാൻ പറ്റില്ല അല്ലേ? ഡേഞ്ചറസ്. ഇന്ന് കത്തും അല്ലാതെ യാതൊരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ വണ്ടി ആൾട്രേഷൻ ചെയ്ത് വേറെ രീതിയിലാക്കി അതൊന്ന് കാണിച്ചു തരാമോ? ഓക്കെ. ഇതന്നെ അല്ലേ? ഓ ഓ മാറ്റിയെടുത്ത് ഓ അങ്ങനെ ആക്കിയില്ലേ? ക്ലാമ്പിട്ട് മുറുക്കി. മുറുക്കണ്ട, നമുക്ക് കാണിച്ചാൽ ഞാൻ മറ്റേ ഞാൻ മുകളില് ഷീൽഡ് വരും. ഷീൽഡാണ് ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കണത് അല്ലേ? എവിടെ ഷീൽഡ്? എവിടെ? ഓ, ഞാൻ ഷീൽഡ് വെച്ചിട്ട് നെറ്റും ബോൾട്ടിൽ നിർത്തൂല്ലേ? ഒരു കാരണവശാലും ഇത് ഫെയിൽ ആകുക, കാരണം നമുക്ക് പെട്ടെന്ന് ബാറ്ററി ടെർമിനൽ അടിക്കാൻ പറ്റും. ഓ ഓ. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി നമുക്ക് ഒന്ന് മാറ്റണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് മാറ്റുകയും ചെയ്യാം അല്ലേ? മാറ്റി കാണിച്ചേ. ഓ ഓ ഓ, ഇതാണ് ഇതിന്റെ സംഭവം കേട്ടാ. ഇത് ഓരോ ബുദ്ധിമുട്ടും കാരണം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഡ്രൈവിംഗ് സീറ്റ്, ട്രാവലറിന്റെ സീറ്റ് ആണെങ്കിലും. അതല്ലേ? അതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. എന്റെ വണ്ടി ചെയ്തിട്ടുണ്ടല്ലോ. അത് തിരുവനന്തപുരത്ത് ചെന്ന് ഒരു കടയിൽ ചെന്ന് ചോദിച്ചപ്പോഴും ബാറ്ററി കടക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അതല്ലേ? ഓ ഓ. ഇതിന്റെ ഫുൾ ടെസ്റ്റ് വർക്ക് ആണല്ലേ? ടെസ്റ്റ് വർക്ക്, പെയിന്റിങ്, പാച്ച് വർക്ക്. ഈ വണ്ടി വന്നപ്പോൾ മുതൽ നമ്മുടെ അടുത്താവും. അതല്ലേ? ഇത് എവിടുത്തെ ആളുടെ വണ്ടിയാ? ഇതിവിടെ അടുത്തുള്ള. പേരറിയുമോ ഓണറിന്റെ? മജീദിക്കയുടെ വണ്ടിയാണ് കേട്ടാ. ഇതിന്റെ ഡ്രൈവർ സീറ്റ് ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുത്താ. ഏത് ഡ്രൈവർ സീറ്റ് ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുത്താ? ഡ്രൈവർ സീറ്റ്. അതല്ലേ? ഓ, ഇന്ത്യക്കാരുടെ സീറ്റാണ്. അതല്ലേ? അതെ. ഓ, ടെസ്റ്റ് വർക്കാണ് കേട്ടാ. വണ്ടി ക്ലിയർ ആയിട്ട് വന്നുള്ളൂ. ഇന്ത്യയുടെ സീറ്റാണ് കേട്ടാ റെഡി ആക്കിയ. ഇന്ത്യക്കാരുടെ സീറ്റാണ്. ഓ ഓ. പിന്നെ ഇത് വണ്ടി പക്കായിട്ട് നോക്കും, അതുകൊണ്ട് നമ്മൾ ഏത് വണ്ടി വന്നാലും നമ്മൾ പക്കായിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം കൂടി ചെയ്തിട്ടുണ്ടല്ലോ. ഷോക്കിന്റെ പരിപാടി. അതെ, ഇതിന് വൈബ്രേറ്റിംഗ് കൂടുതലാണ്. ഇതിന് സ്റ്റാർട്ടിങ്ങിൽ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കൂലേ? ബോഡി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ആ വൈബ്രേറ്റ് കുറക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തേക്കണ? അതിന് ഇഞ്ചിനും ബോഡിയായിട്ട് ഷോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? അപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മൗണ്ടിങ് പോകല. വൈബ്രേഷൻ കൊണ്ട് ഇഞ്ചൻ മൗണ്ടിങ് പോകില്ല. ഇഞ്ചൻ മൗണ്ടിങ് ലൈഫ് കിട്ടും അല്ലേ? പിന്നെ അതുപോലെ തന്നെ വൈബ്രേഷൻ ഉണ്ടാവില്ല. യാത്രാസുഖം കൂടും അല്ലേ? അപ്പൊ ഇത് ഇതിനു മുമ്പ് വണ്ടികൾക്ക് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടാലോ? അതിന്റെ അടിയിലാണല്ലോ. ഏത് വസ്തു കൂടെ കയറിയല്ലേ പെട്ടെന്ന് കാണുന്നത്? ഈ വസ്തു കൂടി കയറിയല്ലാണോ? അതിലെ കയറിയത് കാണാം. ഇതില് അപ്പൊ ഞാൻ കയറി കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇത് വണ്ടിക്കൊക്കെ ചെയ്തിട്ട് എങ്ങനെ സക്സസ് ആണോ? അടിപൊളി. അടുത്ത ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അതല്ലേ? ഫുൾ ബുക്കിംഗ് ആണല്ലേ? ബുക്കിംഗ്. എല്ലാ വണ്ടിക്കും നിങ്ങൾ ഓൾട്രേഷൻ ചെയ്യൂല്ലേ?
ആ എല്ലാവർക്കും പ്രചോദനപ്പെടുന്നത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അതെ 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 അല്ലാത്ത കേസ് നമ്മൾ ചെയ്യാറില്ല. അതെ അതെ. കമ്പനി തല തിരിച്ചു വീറുന്നത് നിങ്ങൾ നേരെയാക്കി കൊടുക്കും അല്ലേ? ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ കമ്പനിക്കാരോ സീറ്റൊക്കെ അങ്ങനെ ഇതൊക്കെ പിറ്റാൻ തുടങ്ങി. അതെ അല്ലേ? അതെ അല്ലേ? ഈ ഫീൽഡിൽ വന്ന് എത്ര വർഷമായി പാച്ച് വർക്ക് ഫീൽഡിൽ വന്നിട്ട്? 35 വർഷമായി. 35 വർഷമായില്ലേ? ഓക്കെ. ഒരു സ്ഥലത്തല്ല, മൊത്തം കറങ്ങിയിട്ടാണ് ഇവിടെ. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണിത്. അച്ഛൻ ഇരുമ്പോണിക്കാരൻ, അച്ഛനും വർഷപ്പുകാരനാണ്. അതെ അല്ലേ? ആ അപ്പൊ പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണല്ലേ? ഇരുമ്പോണിയാണ്, ബ്ലാക്ക് സ്മിത്ത്. അതെ അല്ലേ? നമുക്ക് എന്നാ എഞ്ചിനിൽ കൊടുത്തേണ ആ വർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. എല്ലാവർക്കും പ്രചോദനമായൊരു സംഭവമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ഷോക്ക് ഇങ്ങനെയുള്ള ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഷോക്ക് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിനിലേക്ക് അത് അപ്പൊ ഇതുകൊണ്ടാണ് വൈബ്രേഷൻ കുറയുന്നത് അല്ലേ? ഓക്കെ. ചെയ്ത് കൊടുത്തു. ഒരു 8 വണ്ടിക്ക് ഞാൻ ചെയ്ത് കൊടുത്തു. അതല്ലേ? അവരൊക്കെ നല്ല അഭിപ്രായം അല്ലേ? ഇന്നലെ എന്നെ വീട്ടിൽ സംസാരിച്ചു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം. ശരി. അപ്പൊ സകല വല്ലഭൻ ബാബു ചെയ്ത പണികളാണ്, ആൾട്രേഷൻ വർക്കുകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കൂടാതെ ഇത് വെള്ളിമൂങ്ങ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബാബു, ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ ഓക്കെ. അപ്പോൾ അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബാബുയുടെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ അല്ലേ? അതെ അല്ലേ? കൂടാതെ ഇവിടെ ഭയങ്കര തിരക്കാണ് വർക്ക്ഷോപ്പിൽ. ഉസ്താദ് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാനാ, നല്ല കാര്യം മാത്രമേ ചെയ്യുള്ളൂ. നല്ല കാര്യം മാത്രമേ ചെയ്യുള്ളൂ അല്ലേ? അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്ത് വലിപ്പം നോക്കി. എന്നാ പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോക്കാരൻ. കൺഗ്രാജുലേഷൻ.